മോറക്കാല ദേശനിവാസികളെ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് ഒരു സത്വർത്തമാനം അറിയിക്കുവാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ദേശത്തിലേക്ക് കടന്നു വന്നത്. ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് തിരിക്കുവാൻ ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യം, സ്വർഗരാജ്യം. ബേത്ലഹേമിൻ ദീപമേ, ദൈവരാജ്യത്തിൻ സ്വപ്നമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ഇസ്രായേലിൻ വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിന്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലോ. നിന്ദിതരെ നിരാശ്രയരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ക്രിസ്തുവിന്റെ കൂടാരങ്ങൾ നിങ്ങൾക്കുള്ളതല്ലോ. നിങ്ങൾക്കു സമാധാനം, സമാധാനം. ഗലീലയായിലെ ശബ്ദമേ, ഗെത്സമേനിൻ ദിവ്യദുഃഖമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. കാൽവരി തൂകിയ രക്തമേ, ഗോൽഗോഥാമലയിലെ ദാഹമേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുന്നു, നിന്റെ രാജ്യം വരുന്നു. ദുഃഖിതരെ പീഡിതരെ നിങ്ങൾ കൂടെ വരൂ, നിർധനരെ മർദ്ദിതരെ നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്ക് സ്വർഗരാജ്യം, സ്വർഗരാജ്യം. ഭൂമിയിൽ സമാധാനം, സമാധാനം. ദൈവത്തിന്റെ വചനം നാം വാഴ്ത്തപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറു കണികയായ ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളിലെ ഒന്നായ ഏഷ്യ ഭൂഖണ്ഡത്തിൽ, ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ ഒരു സ്ഥലമായ മോറക്കാല. മോറക്കാലയിലെ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന് പ്രസാദം തോന്നി നിങ്ങളോടൊരു സന്ദേശം അറിയിച്ച് കടന്നു പോകുവാനാണ് ഈ ടീം ഇപ്പോ നിങ്ങളുടെ ഈ നാട്ടിലൂടെ കടന്നു പോകുന്നത്.
ഒരു 10-15 മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നാളെ ഞങ്ങളിത് കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയുവാനിടയാകരുത്. സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സന്ദേശം വിശുദ്ധ ബൈബിളിൽ പുതിയ ഉടമ്പടി പുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വലോകത്തിനും സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടും അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. തുടർന്ന് യേശു ക്രിസ്തു ഇന്നത്തെ ഭൂമിയിലെ ജെറുസലേം തലസ്ഥാനമാക്കി പുതിയ ഗവൺമെന്റ് രൂപീകരിക്കും. അതൊരു ജനാധിപത്യ ഗവൺമെന്റ് അല്ല, അതൊരു കിങ്ഡമായിരിക്കും, രാജഭരണമായിരിക്കും. ആ ഭരണം മറ്റൊരു ജാതിക്ക് കൈമാറ്റപ്പെടുകയില്ല. വിശുദ്ധ ബൈബിളിൽ പഴയ ഉടമ്പടി പുസ്തകത്തിൽ ദാനിയേൽ എന്നൊരു പ്രവാചകനുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് മുമ്പ് ലോകം പോലുള്ള 7 സാമ്രാട്ടുകൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്കത് കണ്ടറിയാവുന്നതാണ്. അതിൽ ബാബിലോൺ എന്ന് പറയുന്ന ഒരു മഹാസാമ്രാട്ട് ചക്രവർത്തി നെബൂഖദ്നേസർ, അദ്ദേഹം കണ്ട ഒരു സ്വപ്നം ദാനിയേൽ പ്രവാചകൻ വ്യാഖ്യാനിച്ച് ഇങ്ങനെ പറഞ്ഞു: ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു കിങ്ഡം, ഒരു ഗവൺമെന്റ് സ്ഥാപിക്കും. അത് മറ്റൊരു രാഷ്ട്രത്തിനും കൈമാറുകയില്ല. ആ ഗവൺമെന്റ് എന്നും എന്നേക്കും ഭൂമിയെ വാഴും. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ, ആ സ്വർഗസ്ഥനായ പിതാവിന്റെ ഗവൺമെന്റിലേക്ക് നീ പോലും അറിയാതെ നോമിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നിനക്ക് വേണ്ടി നിന്റെ സ്വർഗസ്ഥ പിതാവ് നിനക്ക് വേണ്ടി ഓൾറെഡി ഒരു നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെന്നും അതിലൊരു സ്ഥാനാർത്ഥിയാണ് നീയെന്നും നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ദൈവം നിന്നെ ഓർപ്പിക്കുന്നുവെന്നും നിങ്ങളെ അറിയിച്ച് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ വിളിക്കുകയാണ് തന്റെ വീട്ടിലേക്ക്, തന്റെ മകനായി. സ്വർഗസ്ഥനായ പിതാവ് ഈ മോരക്കാല ദേശത്തെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവരയിൽ കാണുന്ന ഏവരെയും തന്റെ ഭവനത്തിലേക്ക് തന്റെ മക്കളായി വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമകൻ, മകളെ, ഒന്ന്, നീ തിരിച്ചറിയാൻ നീ ആരാണെന്നുള്ള കാര്യം. 2, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുംകാല ഭൂമിയിലെ ഭരണകർത്താവായി, ദൈവത്തിന്റെ മകനായി, ദൈവ കുടുംബത്തിലെ ഒരു അംഗമായി നിന്നെ ക്ഷണിക്കുന്നു എന്നതിലൂടെ നിന്നെ അറിയിക്കുകയാണ്. മകനോടെ ഈ ഭൂമിയെ നമ്മുടെ ജീവിതം നോക്ക്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീണു. എന്നാൽ അധികം താമസിയാതെ ഇതാ മരണദിന വാതിലൂടെ നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. എന്തുകൊണ്ട് നമുക്കിവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല? കാരണം മരണം നമ്മളെ പരാജയപ്പെടുത്തി, മരണം നമ്മളെ തോൽപ്പിച്ചു. മരണം നമ്മളെ പരാജയപ്പെടുത്തിയത് കൊണ്ട് നമുക്കിവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരു ഭാവി ഒരുക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭാവിയിലേക്ക് പ്രവേശിക്കുവാൻ ഈ മോരക്കാല ദേശത്തെ മാത്രമല്ല
ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ മഹാസന്ദേശം നിങ്ങളെ അറിയിക്കുമ്പോൾ അത് എങ്ങനെ എനിക്ക് സ്വായത്തമാക്കാം, ദൈവത്തോടുകൂടെ ദൈവ കുടുംബത്തിലെ ജീവിതത്തിലേക്ക് എങ്ങനെ സ്വായത്തമാക്കാം, എങ്ങനെ എന്റെ ജീവിതത്തിലെ മരണം മാറും എന്നൊക്കെ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അതിനുള്ള എല്ലാ വഴികളും സൃഷ്ടാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ ചെയ്തു കഴിഞ്ഞു. ആ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ മനസ്സിലാക്കുകയും അത് വിശ്വസിച്ച് അതിനെ ഏറ്റുപറയുകയും അതിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചെറിയ ആയുസ് അവസാനമില്ലാത്തൊരു വലിയ ആയുസായി മാറ്റുവാൻ സ്വർഗത്തിൽ ദൈവം എന്താണ് ചെയ്തിരിക്കുന്നതെന്നുള്ള ആ മർമ്മം, പുതിയ സൃഷ്ടിയുടെ മർമ്മം നിങ്ങൾ തിരിച്ചറിയുകയും അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഓൾറെഡി ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രിയമതിനെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്കത്തുകാരനല്ല, ജീവിത പങ്കാളിയല്ല, മക്കളല്ല, ബിസിനസ് പാർട്ട്ണറല്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മരണമാണ്. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ച് കൂട്ടുന്നതല്ല, നിങ്ങളെ അപകരിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങളോട് കൂടെ നടക്കുന്ന ഒരു ശത്രുവുണ്ട്, അതാണ് മരണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആ മരണത്തെ കീഴടക്കാൻ കഴിയുകയില്ല, നിങ്ങളുടെ ആശുപത്രിയൊക്കെ കീഴടക്കാൻ കഴിയുകയില്ല, നിങ്ങൾ ഇതാ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് അതിനെ കീഴടക്കാൻ കഴിയുകയില്ല. ഇതാണ് മരണമെന്ന ഭീകരൻ നമ്മളെ എല്ലാവരെയും പിടിച്ചു വിഴുകുകയാണ്. നിങ്ങൾ അധ്വാനിക്കുന്നു, രാവിലെ മുതൽ കടകളിൽ, രാവിലെ മുതൽ ഓഫീസുകളിൽ, രാവിലെ മുതൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ബിസിനസ്സുകളിൽ, രാവിലെ മുതൽ ഡ്രൈവ് ചെയ്ത് എല്ലാം നിങ്ങൾ പണമുണ്ടാക്കുന്നു. എന്നാൽ അതിനെല്ലാം തകർത്ത് കളയുവാൻ, അതിനെല്ലാം വേണുവാൻ മരണമെന്ന ഭീകരൻ നിങ്ങൾ തൊട്ട് മുൻപിലുണ്ട്. എന്നാൽ ആ മരണത്തെ വിഴുങ്ങി നിങ്ങളെ ദൈവത്തിന്റെ സ്വന്തമാക്കി ചേർക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയമകളെ, നിങ്ങൾക്കതിന് താല്പര്യമുണ്ടോ? ഈ സന്ദേശം ഒരു സാക്ഷ്യമായിട്ട് നിങ്ങളെ അറിയിച്ച് കടന്നു പോവുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ ഈ സന്ദേശം ഒരു സാക്ഷ്യമായി നിങ്ങളെ അറിയിച്ച് ഇവിടുന്ന് കടന്നു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതാ അവസാനം ഞാൻ പറയരുത്, ഞാനിത് അറിഞ്ഞില്ല, ഞാനിത് കേട്ടില്ല, എനിക്കിത് അറിയില്ലായിരുന്നു. ഈ മോറക്കൽ ദേശത്തോട് പറയുകയാണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം. ഇതാ ദൈവം നിന്നോടുകൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് ഇന്ന് ജീവിക്കുന്ന വഴികളെയൊക്കെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരുക, ദൈവത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-19 വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിന്റെ അർത്ഥം ഇതാ നമ്മുടെ ദൈവം വരുന്നു, ആ ദൈവത്തെ എതിരേൽപ്പാൻ നമ്മൾ ഒരുങ്ങണം. ഇതാ നമ്മളുടെ ഒരു മുഖ്യമന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ്, പ്രധാനമന്ത്രി വരുന്നു എന്ന് കേട്ടാൽ നമ്മൾ ആ വ്യക്തിത്വത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങും. എന്നാൽ ഇവിടെ പറയുകയാണ്, മുഖ്യമന്ത്രിയല്ല, MP അല്ല, MLA അല്ല, പ്രധാനമന്ത്രിയല്ല വരുന്നത്, നമ്മൾ അടുക്കിലേക്ക് വരുന്നത് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, മരണമില്ലാത്ത നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ അടുക്കിലേക്ക് വരികയാണ്. എന്തിനാണ്? ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും, അതെ പ്രത്യേകിച്ച് മരണത്തിലും പെട്ടുപോയ നമ്മളെ അതിൽ നല്ല രക്ഷിച്ചെടുത്ത് തന്നോട് കൂടെ ജീവിപ്പാൻ, നിത്യമായി ജീവിപ്പാൻ ഇതാ നമ്മളെ ക്ഷണിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ആ മഹാസന്ദേശം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഈ ഭൂമിയെ വാഴുവാൻ പോവുകയാണ്, ദൈവം ഈ ഭൂമിയെ ഭരിക്കുവാൻ പോവുകയാണ്. ആ ഭരണത്തിൽ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാ ആ ഭരണത്തിലെ കാഴ്ചക്കാരായിട്ടല്ല, ആ ഭരണത്തിലെ MP-യോ MLA ആയിട്ടല്ല, ആ ഭരണത്തിലെ മന്ത്രിയായിട്ടല്ല, ആ ഭരണത്തിൽ യേശുക്രിസ്തുവോട് ചേർന്ന് ഇതാ ഈ ഭൂമി വാഴുന്ന രാജാക്കന്മാരായി പ്രിയമകളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. നോമിനേഷൻ പോലും കൊടുക്കാത്ത, അപ്പൻ നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥികളെ പോലെയാണ് ഞാനും നിങ്ങളും. ഇത് തിരിച്ചറിയുക. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, നിന്റെ വെളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. മകളെ, മരണം നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് മരണത്തെ കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സുവിശേഷവുമായി ഈ മഹാസന്ദേശവുമായി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാ ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നിങ്ങൾ പ്രാപിക്കാൻ എന്ത് വേണം എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രേമികളെ, ഈ PR-നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് പറയട്ടെ, ഇതാ പലയിടത്തും PR എടുക്കുവാൻ
അമേരിക്കയിൽ ഗ്രീൻ കാർഡ് എടുക്കുവാൻ, കാനഡയിൽ PR എടുക്കുവാൻ, ഓസ്ട്രേലിയയിൽ PR എടുക്കുവാൻ, ഓസ്ട്രിയയിൽ PR എടുക്കുവാൻ എല്ലാം ഇതാ വളരെ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ജനമേ, അതെല്ലാം നല്ലതായിരിക്കാം. പക്ഷെ മരണം കൊണ്ട് ആ PR എല്ലാം അവസാനിക്കാം. എന്നാൽ മരണം കൊണ്ട് അവസാനിക്കാത്ത നിത്യമായി നിലനിൽക്കുന്ന ഒരു PR ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി അതിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന സന്ദേശമാണ് ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം. ഇത് അനുഭവിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ചോദ്യം ഉണ്ടായെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായി സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമായ ആ സന്ദേശം നിങ്ങളെ അറിയിക്കട്ടെ. യേശു 3 വർഷക്കാലം പറഞ്ഞതാണ് ഇതുവരെ പറഞ്ഞ സുവിശേഷം. എന്നാൽ ഇനി പറയാൻ പോകുന്ന സുവിശേഷം യേശു പറഞ്ഞതല്ല, യേശു ചെയ്തതാണ്. ഇതിനുവേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. ഈ യാഗം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ആ യേശുവിനെ അനുസരിച്ച് അനുഗമിച്ച് ജീവിപ്പാൻ പ്രിയ മകനെ നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഈ മഹാ ഇൻവിറ്റേഷനിലേക്ക്, ഈ രാജ്യത്തെ സുവിശേഷത്തിലേക്ക്, യേശു ക്രിസ്തു 3 വർഷം പ്രസംഗിച്ച ഈ മഹാ സന്ദേശത്തിലേക്ക് നിന്നെയും പ്രവേശിപ്പാൻ സ്വർഗത്തിലേക്കോ ഇതാ കഴിവുണ്ടായിരിക്കുന്നത് നിങ്ങളോട് അറിയിക്കുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചതനുസരിച്ച് ആ സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തു എങ്ങനെ പറഞ്ഞു? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഏതിലൂടെയല്ലാതെ ആരും പിതാവിലേക്ക്, ആ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയും ആവർത്തിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏകാത്മാവിന് ആ പിതാവിലേക്ക്, ആ സ്വർഗീയ ഭവനത്തിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. മനുഷ്യരായി മനുഷ്യരോടുകൂടെ ജീവിച്ച് ഈ മരിക്കുന്ന മനുഷ്യന്റെ ലോകത്ത് മരിച്ചു വീഴുന്ന മകനെ ഇതാ ദൈവത്തിന്റെ മക്കളായി സ്വർഗലോകത്ത് ജീവിപ്പാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോ ആ ഇൻവിറ്റേഷൻ ഇതാ ഈ മോനക്കാല ദേശം ഇപ്പോൾ ഇരിക്കുകയാണ്, കേട്ടിരിക്കുകയാണ്, അറിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ ഞങ്ങളത് കേട്ടില്ല, നാളെ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് ആരും പറയാനായിട്ട് ഇടയാകരുത് എന്ന് പ്രത്യേകം താഴ്മയോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ ആകാശത്തിലേക്ക് മനുഷ്യരുടെ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് ആ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇതാ കടന്നു വരിക നിങ്ങളേവരെയും ഓർപ്പിക്കുകയാണ്. ഇപ്പോ ഇതാ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ പ്രിയ സഹോദരന്മാർ എത്തിച്ചിരിക്കുന്ന ആ നോട്ടീസുകൾ, അതിന് ഞങ്ങളുടെ നമ്പറുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഇതാ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുപിടിക്കപ്പുറം പ്രാർത്ഥനകളിൽ നടന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ നിങ്ങൾക്ക് കടന്നു വരാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പ്രിയ സഹോദരങ്ങളെ, അവിടെ ആരുടെയും ജാതി മാറ്റുന്നില്ല, അവിടെ ആരുടെയും മതം മാറ്റുന്നില്ല. പകരം അവിടെ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങളുടെ സൃഷ്ടാവിന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നീ അനുസരിക്കുക. അതുവഴി നിന്റെ മരണം മാറി നിന്റെ ഈ ഭൂമിയിലെ മനുഷ്യരോടൊപ്പമുള്ള ജീവിതത്തിൽ ഒതുങ്ങുന്ന ആ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ആ ജീവിതത്തിലേക്ക് വരുവാൻ നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. ഇതാ ഞങ്ങളെ അറിയിച്ച സാക്ഷ്യം, ഇതാ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ മറ്റുള്ളവരെ അറിയിക്കേണ്ടതാണ്. എന്നാൽ ഞങ്ങളെ ഏൽപ്പിച്ച അടുത്ത മണ്ഡലത്തിലേക്ക് ഞങ്ങൾ കടന്നു പോകുകയാണ്. ഇപ്പോൾ ഈ ദേശത്തെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ബിസിനസ്സുകൾക്ക് വേണ്ടി, നിങ്ങളുടേതായ ഇതാ ഈ ഏൽപ്പിച്ചുള്ള സകല നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ മോറക്കാല ദേശത്തിന് എല്ലാ ജനത്തിനുമായി നന്ദിയോടെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന മക്കൾക്കായി, ഇവിടെ കട നടത്തുന്ന, വ്യാപാരം നടത്തുന്ന, ബിസിനസ് ചെയ്യുന്ന മക്കൾക്കായി, അതാ ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ നാട് ഭരിക്കുന്ന എല്ലാവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ കുടുംബത്തിനെ, അവരുടെ ബിസിനസിനെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ ജീവനെ, അവരുടെ സമ്പത്തിനെ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവേ, സൈനികർക്ക് വിളക്കായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചു, ആശംസിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.